കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പ്രവർത്തകൻ മുമ്പ് കൊല്ലപ്പെട്ട വിഷയങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിൽ ഷുക്കൂർ അടക്കമുള്ള കേസുകളിലും നീതി ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ഇവിടെ പ്രകാശ് ബാബു സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പല കേസുകളും നടന്നത്, ഇപ്പോൾ 2012 ഷുക്കൂറിൻ്റെ കൊലപാതകം നടക്കുന്നത്, അന്ന് UDF സർക്കാരാണ്. ഫസൽ കൊല അതിനു മുമ്പ് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത്, VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് നടന്നതാണ്. കതിരൂർ മനോജിൻ്റെ കൊലപാതകം നടക്കുന്നത് UDF സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ കേരളത്തിൽ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ എല്ലാ പ്രതികളും നിയമത്തിന് മുൻപിൽ വരില്ല എന്നുള്ളതാണോ? പറയുന്നവർക്ക് എന്തും പറയാം. ഇതിനിടയ്ക്കും ഞാൻ ഈ കൊലപാതകങ്ങളായി തന്നെ കണ്ടുകൊണ്ട്, രാഷ്ട്രീയ കൊലപാതകങ്ങളെ പ്രത്യേകിച്ച് അത്തരത്തിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, BJPയുടെയും മറ്റ് ചില സംഘടനകളുമായി നടന്നിട്ടുള്ള ഈ അടുത്ത സമയത്ത് നടന്നിട്ടുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും അതിനെ തുടർന്ന് അതിൽ പ്രതിസ്ഥാനത്തുണ്ട് BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിസ്ഥാനത്തുള്ളവർ ഉൾപ്പെടെ ഇപ്പോഴും ജാമ്യത്തിൽ പോകുന്നതും അല്ലെങ്കിൽ വെറുതെ വിടപ്പെടുന്നതുമായ നിരവധി കേസുകളുണ്ട്. ഞാനിപ്പോൾ ഓരോന്നിൻ്റെയും കേസുകളെടുത്ത് പരിശോധിക്കുന്നില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിനെ സംബന്ധിച്ച് BJPക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ സ്വാഭാവികമായും അന്വേഷണം നടത്തിയപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് CBI, ഞങ്ങളുടെ CBI നിങ്ങളുടെ CBIയും, അങ്ങനെ ഒരു CBI ഉണ്ടോ? നിങ്ങൾ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ അന്വേഷണങ്ങളിലെല്ലാം രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടെന്നാണോ നിങ്ങൾ സമ്മതിച്ചു തരുന്നത്? നിങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഇവരെയൊക്കെ ശിക്ഷിക്കപ്പെട്ടതെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അതൊരു വ്യക്തത വേണ്ടേ? നമ്മൾ ഈ രാജ്യത്ത് നിലവിൽ ഉള്ള സംവിധാനം അനുസരിച്ച് ഇത്തരത്തിലുള്ള കേസുകൾ, പ്രത്യേകിച്ച് നോക്കൂ, UDFൻ്റെ കാലത്ത് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നു, ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണം സംസ്ഥാന പോലീസ് നടത്തിയാൽ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് തൃപ്തികരമല്ല എന്ന് ആ കുടുംബം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ആ പരാതി അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സർക്കാരിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഉൾപ്പെടെ ആ കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബങ്ങൾ ആവശ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ CBIക്ക് വിടുന്ന നിലപാടെടുത്തിരുന്നു. ഇപ്പോഴത്തെ സർക്കാർ അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ പറയുന്നത് ഇവിടെ CBIക്ക് വിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബം കോടതിയിൽ പോകാൻ വേണ്ടുന്ന മുഴുവൻ പിന്തുണയും ഞങ്ങൾ ചെയ്തു കൊടുത്തു. നിങ്ങൾ കരയ്ക്കിരുന്ന് കളി കണ്ട നിങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായും ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, ഞങ്ങളും CPM തമ്മിലുള്ള പ്രശ്നമാണ്, ശരിയാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് CK ശ്രീധരനെ കുറിച്ച് പറഞ്ഞു, എല്ലാ പ്രസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള ചില പരമചെറ്റകളുണ്ടെന്നേ, പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനപ്പുറത്തുള്ള വാക്ക് പറയാൻ എനിക്കറിയാം. CK ശ്രീധരൻ KPC വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോഴല്ല ഈ കേസ് നടത്താൻ പോയിട്ടുള്ളൂ. താങ്കൾ അത് തെറ്റിദ്ധരിപ്പിക്കേണ്ട. അദ്ദേഹം പാർട്ടി വിട്ടു പോയതിനു ശേഷം, അദ്ദേഹത്തെ CPM വിലക്കെടുത്തതിന് ശേഷം, അദ്ദേഹത്തെ CPM വിലക്കെടുത്തത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം നൽകാമെന്ന് പറഞ്ഞിട്ടല്ല. ആണെങ്കിൽ ഇതിനോടകം തന്നെ കൊടുക്കേണ്ടതായിരുന്നല്ലോ, കൊടുത്തിട്ടുമില്ലല്ലോ. അദ്ദേഹം ഇന്നും വന്നിട്ട് ഘോരം ഞങ്ങൾ ഉടനെ ഇവന് ഉളിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഈ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാനുള്ള ഒരു ഉളിപ്പെങ്കിലും ഉണ്ടാകണ്ടേ? ഇന്നും വന്നൊന്ന് പറയുന്നത് കേട്ടില്ലേ? ഈ പാർട്ടിയിൽ നിന്നതിന് ശേഷം ഈ പാർട്ടി വിട്ടു പോകുന്നതിനും അദ്ദേഹത്തിന് ഒരു കാരണവുമില്ല. അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ പദവികളും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം DC പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം നിരവധി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, അദ്ദേഹം KPCയുടെ ഉപാധ്യക്ഷനായിരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചെയ്യേണ്ടത് മുഴുവൻ സമയ അഭിഭാഷകൻ കൂടിയാണ്, നല്ല ക്രിമിനൽ വക്കീലാണ്. അങ്ങനെ അഭിഭാഷക വൃത്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാ പദവികളും ഈ പാർട്ടി നൽകിയതിന് ശേഷവും അദ്ദേഹത്തെ CPM വിലക്കെടുത്തെങ്കിൽ അതിനെ, ആ വ്യക്തിയെ നമ്മൾ ഏത് വാക്കുപയോഗിച്ചാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് എന്നെ കേൾക്കുന്നവർ ചിന്തിച്ചോട്ടെ, തീരുമാനിച്ചോട്ടെ. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ മിനിമം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിലെങ്കിലും ഒരു ഇൻറ്റഗ്രിറ്റി കാണിക്കണ്ടേ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൽ അവർക്കെല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് അവരോടൊപ്പം നിന്ന് അവരുടെ കേസിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട് നമ്മുടെ പ്ലസും മൈനസും എല്ലാം മനസ്സിലാക്കി ആ കുടുംബത്തോടൊപ്പം നിന്ന് ആ കേസെല്ലാം പഠിച്ചതിന് ശേഷം ഒറ്റ രാത്രി കൊണ്ട് വെച്ച് നീട്ടിയ പൈസയ്ക്ക് വേണ്ടി മറുകണ്ഠം ചാടി, ആ മറുകണ്ഠം ചാടുക മാത്രമല്ല, ആ കേസ് മറ്റൊരാളെ കൊണ്ട് വാദിപ്പിക്കുക മാത്രമല്ല, നേരിട്ട് വന്ന് അങ്ങ് ഒരു ഉളുപ്പില്ലാതെ വാദിക്കുക. ഇതിനെ ഈ പ്രൊഫഷനിലെ യഥാർത്ഥ വക്കീലന്മാരെ സംബന്ധിച്ച്, എത്തിക്സ് മുറുകെ പിടിക്കുന്ന വക്കീലന്മാരെ സംബന്ധിച്ച് എന്താവും ഇതിന് മറുപടി പറയുക? അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ അദ്ദേഹമാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള കഴിവിനെ കുറിച്ചൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. ആ കഴിവ് ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് യാഥാർത്ഥ്യം ഇപ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തല്ലോ. ഏതായാലും ഈ കേസിലെങ്കിലും അത് ബോധ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ മറുകണ്ഠം ചാടി ആ കുടുംബത്തെയും കേരളീയ സമൂഹത്തെയും ഒറ്റ കൊടുത്തുകൊണ്ട് കൊലയാളികൾക്ക് വേണ്ടി കേസ് വാദിച്ച് ജയിച്ച് പൈസ മേടിച്ചാൽ കുഴപ്പമില്ല, കൊലയാളികൾക്ക് വേണ്ടി പൈസ വാങ്ങിക്കൊണ്ട് ഒറ്റ കൊടുക്കുന്ന നിലപാടെടുത്ത ഒരു വക്കീലിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചില കൃമികൾ ഈ പൊതുസമൂഹത്തിലുണ്ട്. അതിപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. മഞ്ഞളിക്കുന്ന രീതിയിൽ പണം വെച്ചു കൊടുത്താൽ അങ്ങനെ പോകാൻ നിൽക്കുന്ന വിവരം കെട്ട വൃത്തികെട്ട നികൃഷ്ട ജീവികൾ
ആ വാക്കൊക്കെ ഇപ്പോൾ നമുക്ക് എന്തായാലും മുഖ്യമന്ത്രിയുടെ കോട്ട് ചെയ്താലും നമുക്ക് ഉപയോഗിക്കാമല്ലോ ആ വാക്കുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഈ പിന്നെ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞാൽ കൂടി പോകുന്നതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ കേസിനകത്ത് നടത്തിയിട്ടുള്ള ഇടപെടൽ അതിനെപ്പോലും അതിജീവിച്ചുകൊണ്ടാണ് കൃത്യമായി കോടതിയിൽ നിന്നും CBI കോടതിയിൽ നിന്ന് ഇപ്പോൾ ഇത്തരത്തിൽ വിധി വന്നിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ അദ്ദേഹം നോക്കൂ, ഇവിടെ CBI എൻക്വയറിയെ ഇല്ലാതിരിക്കാൻ വേണ്ടി സർക്കാരിൽ നിന്നും ഖജനാവിൽ നിന്നും കോടികൾ മുടക്കി എന്തെല്ലാം തടസ്സങ്ങൾ വരുത്താൻ ശ്രമിച്ചോ അതെല്ലാം വരുത്തി, നടന്നില്ല. CBI എൻക്വയറി വന്നു. CBI എൻക്വയറി വരുമ്പോൾ പിന്നെന്താ, ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഏറ്റവും പ്രശസ്തനായ ഒരു ക്രിമിനൽ ലോയർ എന്ന നിലയിൽ CK ശ്രീധരൻ്റെ സേവനമാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ കേസിനെ കുറിച്ച് എല്ലാം അറിയാവുന്നുണ്ട്. അദ്ദേഹത്തെ വിലക്കെടുത്തു CPM അല്ലേ? എന്നിട്ടും ഈ കേസിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്താ ബോധ്യപ്പെടേണ്ടത്? പിന്നെ എനിക്ക് മുമ്പ് നേരത്തെ സംസാരിച്ച് പോയ ശ്രീ ബലദേവ് അദ്ദേഹം പറഞ്ഞു പോകണമല്ലോ, പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ക്രെഡിബിലിറ്റി ബാധിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയതെന്നാണ്. ഇപ്പോൾ ക്രെഡിബിലിറ്റി ആരുടെയാണ് പോയത്? അഭിലാഷം നോക്കൂ, ഈ കേസിൽ CBI കണ്ടെത്തി അഡീഷണലായി കണ്ടെത്തിയിട്ടുള്ള പ്രതികളിൽ ആരെങ്കിലും ശിക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, അവരെ എല്ലാവരെയും 10 പേരെയും വെറുതെ വിട്ടിരുന്നെങ്കിൽ ശരിയാണ്, പോലീസ് കണ്ടെത്തിയതായിരുന്നു ശരി, പോലീസിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്നതായിരുന്നു, ഞങ്ങളെടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് സർക്കാരിന് അവകാശപ്പെടാമായിരുന്നു, CPM-ന് അവകാശപ്പെടാമായിരുന്നു. എന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ കക്ഷികളെ കണ്ടെത്താൻ CBI വന്നേ മതിയാവൂ എന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയും ഈ മരണപ്പെട്ട ചെറുപ്പക്കാരുടെ കുടുംബവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ CBI വന്നപ്പോൾ CBI കണ്ടെത്ത പ്രതികളിൽ 4 പേർ, അത് ഉന്നതരായ നേതാക്കന്മാർ പ്രതികളാണെന്ന് കണ്ടെത്തിയിരിക്കുമ്പോൾ പിന്നെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ, പിന്നെ തെറ്റായി പോയി, ശിക്ഷ നിലനിൽക്കില്ലെന്നൊക്കെയാണ്. ശിക്ഷ നിലനിൽക്കുന്നോ ഇല്ലെന്നുള്ള ആസ് ഓൺ ഡേറ്റ് ഇന്നത്തെ വിധി അനുസരിച്ച് അവർ ഈ കൊലപാതക കേസിലെ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുള്ളവരാണ്, ക്രിമിനലുകളാണ്, അവർ കുറ്റവാളികളായി അവരെ കോടതി ചാപ്പ കുത്തിയിരിക്കുന്നു. അത് CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ നെഞ്ചത്താണ് കുത്തിയിരിക്കുന്നത്. നിങ്ങൾ കൊലപാതകികളാണ്, നിങ്ങൾ കൊലപാതകത്തിൽ എന്ത് ചെയ്തു എന്നല്ല, നിങ്ങൾ കത്തി ഉണ്ടാക്കി കൊടുത്തോ അല്ലെ പിടിച്ചു ഏൽപ്പിച്ചോ അല്ലെ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ കൊടുക്കുന്നതല്ല, നിങ്ങൾ ആ ഉദ്യമത്തിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ പങ്കാളിയാണ് എന്ന് CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ MLA-യുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരോട് പറയുമ്പോൾ അതിനെ ഒന്നും നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അവർ കൊലക്കേസിലെ പ്രതികളാണ്, ശിക്ഷിക്കപ്പെട്ടവരാണ്, കൊലയാളികളാണ്. ശരി.